ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. ഒട്ടും എരിവില്ലാതെ എന്നാൽ നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ് ഇത്. ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചിക്കൻ പീസസ് ഒരു 500 ഗ്രാംസ് അല്ലെങ്കിൽ 1 പൗണ്ട് എടുത്തിട്ടുണ്ട്. ചിക്കൻ ബ്രസ്റ്റിൻ്റെ അകത്തുനിന്ന് ബോൺലെസ് ആയിട്ട് കട്ട് ചെയ്ത പീസസ് ആണ് ഇത്. ഇനി വേണ്ടത് ഉപ്പ്. ഇവിടെ ഞാനൊരു 1 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. പിന്നെ എണ്ണ കുറച്ച് സ്പ്രേ ചെയ്യാൻ വേണ്ടി. പിന്നെ ഗാർലിക് പൗഡർ അതും ഒരു 1 ടീസ്പൂൺ. പിന്നെ വേണ്ടത് നമ്മുടെ മാഗി മസാല, അത് ഞാൻ 1 സാഷ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. മഞ്ഞൾപ്പൊടി, മാഗി മസാലയ്ക്ക് പകരം ചിക്കൻ മസാല ആയാലും കുഴപ്പമില്ല. ഒരു 1 ടീസ്പൂൺ ചിക്കൻ മസാല, എരിവ് നോക്കിയിട്ട് വേണം ഇടാൻ കേട്ടോ. പിന്നെ ഗാർലിക് പൗഡറിന് പകരം ഗാർലിക് ഫ്രഷ് ആയിട്ട് മിൻസ് ചെയ്തതോ അല്ലെങ്കിൽ പേസ്റ്റ് ആക്കിയതോ ഇട്ടാലും കുഴപ്പമില്ല. അതും ഒരു 1 ടീസ്പൂൺ ഇട്ടാൽ മതി. ഉപ്പ് ആവശ്യത്തിനിടാം. ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പിടാം. എണ്ണ ഒരു 1/2 ടീസ്പൂണിൻ്റെ ആവശ്യമുള്ളൂ. ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് മിക്സ് ചെയ്യാൻ വേണ്ടി, ഈസി ആക്കാൻ വേണ്ടിയാണ് എണ്ണ ഒഴിച്ചത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. മാരിനേറ്റ് ചെയ്ത ചിക്കൻ കുറച്ച് നേരം വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, നന്നായിട്ട് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി. പക്ഷേ തൽക്കാലം നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല. നമ്മൾ നേരെ ഫ്രൈ ചെയ്യാൻ പോവാം. നമ്മളിത് എയർ ഫ്രയറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എയർ ഫ്രയറിലാവുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ആദ്യമായിട്ട് ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ച് എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റ് ഇങ്ങനെ കവർ ചെയ്യാം. എല്ലാ ഫുഡ് ഉണ്ടാക്കുമ്പോഴും ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെയാണെങ്കിൽ എപ്പോഴും ഈ ബാസ്ക്കറ്റ് കഴുകേണ്ട ആവശ്യം വരത്തില്ല. ഒരു 2 ദിവസം കൂടുമ്പോൾ കഴുകിയാൽ മതി. ആദ്യം കുറച്ച് ഓയിൽ സ്പ്രേ ചെയ്യണം. എന്നിട്ട് നമ്മളുടെ ചിക്കൻ പീസസ് ഓരോന്നോരോന്നായിട്ട് നിരത്തി വയ്ക്കാം. ഒത്തിരി ക്രൗഡഡ് ആവാതെ നോക്കണം. ഇതിപ്പോൾ ഞാൻ 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. പകുതി ഒന്ന് സ്പ്രെഡാക്കി വെച്ചിട്ട് അത് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ അടുത്ത ബാക്കി പകുതി ഉണ്ടാക്കാൻ പോകുന്നത്. ഒത്തിരി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഈവൻ കുക്കിംഗ് ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ അത്യാവശ്യം സ്പേസ് ഇട്ടാണ് വയ്ക്കുന്നത്. ഇത് നമ്മൾ 400 ഡിഗ്രി ഫാരൻഹൈറ്റ് അല്ലെങ്കിൽ 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ്സ് ആണ് എയർ ഫ്രൈ ചെയ്യുന്നത്. അഗൈൻ 400 ഡിഗ്രി ഫാരൻഹൈറ്റ് ഓർ 200 ഡിഗ്രി സെൽഷ്യസ്. ടൈമർ ഒരു 5 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ഈ ചിക്കൻ പീസസ് ഒന്ന് മറിച്ചിടണം. അപ്പോൾ എയർ ഫ്രയർ തുറന്ന് ഓരോരോ ചിക്കൻ പീസായിട്ട് മറിച്ചിട്ടിട്ട് നമുക്ക് അടച്ചു വെച്ച് പിന്നെയും ബാക്കി എയർ ഫ്രൈ ചെയ്യാം. നമ്മളുടെ ടൈമർ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ടോ എന്ന് നോക്കണം. അതിനുവേണ്ടി ഞാനൊരു കുക്കിംഗ് തെർമോമീറ്റർ ഉപയോഗിക്കുന്നുണ്ട്. ചിക്കൻ്റെ ഇൻറ്റേർണൽ ടെമ്പറേച്ചർ 165 ഡിഗ്രീസ് ഫാരൻഹൈറ്റ് ആണ് വേണ്ടത് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 74 ഡിഗ്രി സെൽഷ്യസ്. ഈ ടെമ്പറേച്ചറിന് മുകളിലാണെങ്കിൽ കുക്കായി, അല്ലെങ്കിൽ കുറച്ച് നേരം കൂടി നമുക്ക് എയർ ഫ്രൈ ചെയ്യേണ്ടി വരും. ഒത്തിരി നേരം എയർ ഫ്രൈ ചെയ്താൽ ചിക്കൻ അങ്ങോട്ട് ഡ്രൈ ആയി പോവുകയും ചെയ്യും. അതുകൊണ്ട് നമുക്കൊരു 165 to 185 ആ ഒരു റേഞ്ച് പിടിക്കാം. നമ്മളുടെ ചിക്കൻ കുക്കായി. ഇനി നമുക്ക് ഇത് മാറ്റി അടുത്ത ബാച്ച് വയ്ക്കാം. അടുത്ത ബാച്ചും നമുക്ക് ഇതുപോലെ തന്നെ എയർ ഫ്രൈ ചെയ്യാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഉപയോഗിക്കുന്ന എയർ ഫ്രയറിൻ്റെ അകത്ത് പ്രീ ഹീറ്റിംഗ് സെപ്പറേറ്റ്ലി ചെയ്യേണ്ട കാര്യമില്ല. എയർ ഫ്രൈയിങ്ങിൻ്റെ ടൈമും ടെമ്പറേച്ചറും കൊടുത്തു കഴിയുമ്പോൾ എയർ ഫ്രയർ ആദ്യം പ്രീ ഹീറ്റിംഗ് നടത്തിയിട്ടാണ് പിന്നെ ശരിക്കുള്ള എയർ ഫ്രൈയിങ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ എയർ ഫ്രയർ പ്രീ ഹീറ്റ് ആദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഇത് 400 ഡിഗ്രീസ് ഫാരൻഹൈറ്റ് അല്ലെങ്കിൽ 165 ഡിഗ്രി സെൽഷ്യസ് ആ ഒരു ടെമ്പറേച്ചർ കിട്ടാൻ വേണ്ടി ഏകദേശം 5 മിനിറ്റ് പ്രീ ഹീറ്റിംഗ് ആണ് എൻ്റെ എയർ ഫ്രയർ ചെയ്തത്. എന്നിട്ടാണ് ശരിക്കുള്ള എയർ ഫ്രൈയിങ് സ്റ്റാർട്ട് ചെയ്തത്. അടുത്ത ബാച്ചും കംപ്ലീറ്റ് ആയി. നമുക്കിതൊരു സെർവിങ് ട്രേയിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ യമ്മി എയർ ഫ്രയർ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു.